Welcome to Amritsveni Life Kids Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Superstar! Ready? Super Orchestra? Judges? Yes, Hi. തുടങ്ങാം നമുക്ക്. ഏത് റൗണ്ടിൽ നിന്ന് തുടങ്ങണം? ഒരു ഫാമിലി ആയാലോ? ആവാല്ലേ? എന്തായാലും ഒരു ഫാമിലി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം തേജസ് ആൻഡ് ഫാമിലി. പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പത്തെ കൽക്കണ്ട കനിയാണ് പെണ്ണ്. പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പത്തെ ക്യാ ബാത് ഹൈ കൽക്കണ്ട കനിയാണ് പെണ്ണ്. അരെ വാ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാണ്. ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളേ. ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളേ. ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളേ. നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ. നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ച് തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ച് തളരണ പൊന്നേ, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ. ഓ കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും
പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ച് തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ച് തളരണ പൊന്നേ, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, കൊഞ്ചി വന്ന പെണ്ണേ. സർ, ഇതത് തന്നെയാ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? കള്ളപ്പണത്തിന്റെ ട്രാൻസാക്ഷൻ നടത്തിയതിന്. അതിന് തനിക്കെന്താ? ഹു ആർ യു? ഐ ആം CID നഷീർ. എന്താ ഇത്? ഓപ്പറേഷൻ തൂഫാൻ. ഇതുപോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. എവിടെയെല്ലാം അക്രമങ്ങൾ നടക്കുന്നുവോ അവിടെയെല്ലാം എന്നെ പോലെയുള്ള CIDകൾ ഉണ്ടാകുമെടാ. എന്നെ ചതിച്ചവരാരും ഇവിടെ നിന്ന് ജീവനോടെ പോയിട്ടില്ല. മൈ അസിസ്റ്റന്റ് CID പ്രതിഭ. ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ അതുല്യ പ്രതിഭ. ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ തൂഫാൻ. ഒരു വലിയ കൈ കൊടുക്കാൻ. എന്തായിരുന്നു തേജസ് ലാസ്റ്റ് ഒക്കെ? അതൊരു പഴയ കാല ഒരു സീനായിരുന്നു. അത് അതങ്ങ് കാണിച്ചു. ഓക്കെ, സൂപ്പർ ആയിരുന്നല്ലേ തേജസ്? പിന്നെ ഇനി പരിചയപ്പെടുത്തോ ഓരോരുത്തരെ? ഇത് അച്ഛൻ, അമ്മ, ഇതെന്റെ 2 കസിൻസ്, ഇതെന്റെ ചേച്ചി. ഓക്കെ, അച്ഛൻ മുന്നേ വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്ലോറിൽ കേറിയിട്ടുണ്ട് അച്ഛൻ. അയ്യോ, അത് അമ്മയായിരുന്നോ? ഇത് അമ്മയാ. സുന്ദരിയായിട്ടുണ്ട്, സ്റ്റൈലായിട്ടുണ്ട്. അച്ഛൻ ഒന്നുകൂടെ പേര് പറഞ്ഞോ? എന്റെ പേര് പ്രസീദ്, തേജസിന്റെ ഫാദറാണ്. ഈ ലുക്ക് കൊള്ളാം. അതെ. ഇനി അടുത്ത ആള്. എന്റെ പേര് പ്രതിഭ, തേജസിന്റെ അമ്മയാണ്. CID പ്രതിഭ. CID പ്രതിഭ. അമ്മ ഫസ്റ്റ് ടൈം ആണോ ഫ്ലോറിൽ കയറുന്നത്? ഞാൻ ഫസ്റ്റ് ടൈം. അതെ, അമ്മ ഫസ്റ്റ് ടൈം ആ ഫ്ലോറിൽ കയറുന്നത്. ഓക്കെ, ഇനി അടുത്ത ആള്. ഇയാള് മുന്നേ വന്നു ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇതിലിപ്പോ തേജസിന്റെ ഫാമിലി അല്ലാതെ വേറൊരു ഫാമിലി ഇല്ലല്ലോ. ഇല്ല. തേജസിന്റെ ആരായിരുന്നു? ആന്റിയുടെ ചേച്ചിയുടെ മോള. ഓക്കെ, അടുത്ത ആള്. പേര് നിതീഷ്, കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇതെന്റെ വൈഫാണ്. ഏത്? ഇതോ? അയ്യോ, എനിക്ക് വലിയ ഓമനത്വം തോന്നി അത് കണ്ടപ്പോഴേ. അയ്യോ, മനസ്സിലാവൂല. എന്റെ പേര് ആതിര. ഞാൻ കണ്ണന്റെ അമ്മയുടെ അമ്മാവന്റെ മോള. കണ്ണനാരാ? അത് പറയാൻ അതായത് തേജസിന്റെ ഉണ്ണി പറക്കലിനേക്കാളും വലിയൊരു ഡിസ്കൈസ് ആണല്ലോ ഇത്. അതെ, ഇത് അസാധ്യമായിട്ടുണ്ട്. സൂപ്പർ. എന്തായാലും എല്ലാരും എൻജോയ് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഉറപ്പായിട്ടും. നമുക്കിനി തേജസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാല്ലേ ഇവരോട്? തീർച്ചയായും. പറയൂ തേജസ്. അച്ഛന് അച്ഛൻ സംസാരിക്കേ. തേജസിനെ പറ്റി പ്രത്യേകിച്ച് അവൻ ഒരു പാവം കുട്ടിയാണ്. ഈ സെമി ഫൈനൽസിലേക്ക് ഡയറക്റ്റ് കിട്ടിയപ്പോൾ മടിയനാണ്. അതൊരു രാവിലെ എണീക്കാൻ ഒരു മടിയുണ്ട്. എത്ര മണിക്കാച്ച എണീക്കാ? അത് എണീക്കുന്നത് കുറച്ച് വൈകിട്ടാണ്. വൈകിട്ടാണോ? വൈകിയാണ് എണീക്കുന്നത്.
ഉറങ്ങാൻ കുറെ ലേറ്റ് ആവുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികം ഉറങ്ങാൻ ലേറ്റ് ആവുന്നതിന് ഒരു വലിയ ദുശീലമാണ്. അതെ അതെ, അത് മാറ്റണം. ആ സമയത്താണ് അവന് ഒരു 10 മണിക്ക് ശേഷമാണ് അവന്റെ ആ സമയത്തല്ല, ആ സമയത്ത് പാട്ടിന്റെ പിന്നെ റിഹേഴ്സൽ എല്ലാം ചെയ്യുന്നത് ആ സമയത്താണ്. 10 മണിക്ക് ശേഷമാണ് ശരിക്കും അവന് ആക്റ്റീവ് ആവുന്നത്. സ്റ്റേജിൽ വരുമ്പോഴാണ് ഇത്രയും സൈലന്റ് ആയിട്ട്. ആ സോഫയിൽ വന്നിരിക്കുമ്പോ നല്ല ആക്റ്റീവാ. ശരിക്കും എങ്ങനെയാ? ശരിക്കും വീട്ടിലുള്ളത് അവൻ പാവം തന്നെയാണ്. പക്ഷെ പുറത്ത് ഇവര് പറയുന്നുണ്ട് പിന്നെ ഇവൻ കുറച്ച് കുസൃതിക്കാരനാന്ന് പറയും. പക്ഷെ വീട്ടിൽ അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടില്ല. വീട്ടിൽ ഇവൻ നല്ല കുട്ടിയായി അഭിനയിക്കുന്നുണ്ട്. ഇതുപോലെ അതെ, അവിടെയും ഈ ഉണ്ണി വർക്കൽ ആണ്. അതെ. അപ്പൊ ആരാണ് കൂട്ടത്തിൽ പാടുന്ന ആളുള്ളത്? കൂട്ടത്തില് അച്ഛൻ തന്നെയാണ് പാടാറ്. ഒരു ചേഞ്ചിന് അമ്മ പാടുവോ? അമ്മ തന്നെ തന്നെയാണ്. അമ്മ പാടുവോ? അമ്മ പാടത്തില്ല. അല്ല, അച്ഛൻ ഞാനൊരിക്കൽ ഇവിടെ വന്നിട്ടൊന്ന് ശ്രമം നടത്തി. പാടച്ചാ. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലത്തളികയിൽ ഏകദീപം നീ പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലത്തളികയിൽ ഏകദീപം നീ പറയാതറിഞ്ഞു കതിരാർന്ന ശീലുകൾ പറയാതറിഞ്ഞു കതിരാർന്ന ശീലുകൾ കളമൈനകൾ രാപ്പന്തലിൽ പാടി ശുഭരാത്രി ഏതോ കുഴലിൻ അലയൊഴുകുന്നതാവിൽ എഴുതാ കനവിൻ തീരങ്ങളിൽ അമൃതകണം നീളേ പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. വെറും പാട്ട് മാത്രമല്ല പാറു, സ്വന്തമായിട്ട് വരി എഴുതാനുള്ള കഴിവുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അതൊക്കെ രസമായിരുന്നു. ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. അതെ അച്ഛാ, ഇതുവരെ ഉള്ളതില് അച്ഛന്റെ മോൻ മാത്രമാണ് സെമി ഫൈനലിലേക്ക് ഡയറക്റ്റ് ഇപ്പൊ കേറിയിട്ടുള്ള ഒരാള്. എന്താണ് തോന്നുന്നേ? അവനെ അത്ര വലിയ വിശ്വസിക്കാൻ കൊള്ളൂല. അവന് പിന്നെ റിഹേഴ്സലിന് പക്കയായിട്ട് പാടിയാലും അവൻ എടിയെത്തുമ്പോ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കുഴപ്പമുണ്ടാക്കും. ഇനി അമ്മ പറയട്ടെ, രണ്ടുപേരും എപ്പോഴും ഉണ്ടാവുമല്ലോ തേജസിന്റെ കൂടെ ഷൂട്ടിനൊക്കെ. നല്ല മോനാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ പാട്ട് ഫുൾ പഠിച്ചു വന്നാലും സ്റ്റേജിൽ എത്തുമ്പോൾ അവൻ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും വരുത്തിയിട്ടത് അല്ലാതെ പാട്ട് പഠിക്കാനൊക്കെ വീട്ടിൽ നിന്നെല്ലാം നല്ലോണം ചെയ്യുകയൊക്കെ ചെയ്യും. അതാ രാത്രിയാണ് മെയിനായിട്ട്. ഒരു 10 മണി കഴിഞ്ഞാലാണ് അവന് പാടാനും അതിനുള്ളൊരു മൂഡ് കൂടുതൽ വരിക. ചെയ്യും, പ്രാക്ടീസ് ഒക്കെ ചെയ്യും നല്ലോണം. പിന്നെ സാറ് എല്ലാരും പറയുന്ന പോലെ തന്നെ ചില മണ്ടത്തരങ്ങൾ ചില സമയം വരും. വിചാരിക്കുന്നുണ്ടോ ഏത് നേരത്താണോ ഈ ഫാമിലി ഈ സ്പീഡിലെ ഭൂമിയിലേക്ക് അങ്ങ്. അല്ല ഷാനിക്ക, ഇവന്റെ ഈ സ്ലോ മോഷനെ പറ്റി നമ്മളൊന്ന് ചോദിക്കണം കിട്ടിയ സ്ഥിതിക്ക്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് എടുത്താണ് അവൻ അവിടെ വരെ എത്തണത്. എല്ലാം ഇങ്ങനെ ഭയങ്കര സ്ലോ ആണ്. ചോദിക്കട്ടെ, ഇവനിപ്പോ സാധാരണ രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര നേരം എടുക്കും നിങ്ങളുടെ അടുത്ത് എത്താൻ? ഇത് ആ നടത്തം തന്നെയാണ്. അല്ലെങ്കിലും നമ്മളിപ്പം അടുക്കളയെന്നോ എന്തിനെങ്കിലും ഞാൻ വിളിച്ചു കഴിഞ്ഞാലും അങ്ങനെ വരുള്ളൂ. ആണല്ലേ? ശീലമായി. അത് നിങ്ങളുടെ വീട്ടിന് തീ പിടിച്ചു, നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി, നിങ്ങൾ തേജസ്വയ വീട്ടിന് തീ പിടിച്ചു എന്ന് പറയുമ്പോ അവനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പറയോ, അവനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.
അയ്യോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് തേജസിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും വന്നതില്. ഓക്കെ, താങ്ക് യു. അയ്യോ ഡാൻസ് അസാധ്യമായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ. തുടക്കം തൊട്ട് അവസാനം വരെ. ഓ എന്തൊരു സ്ട്രെയിൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടിപൊളി, സൂപ്പർ. തേജസ്, എന്തോ? അപ്പൊ നമുക്ക് ചോദിക്കാം പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു. ചേച്ചി, ജാക്കറ്റ് ഇട്ട തേജസ് യെസ് മാം. സ്റ്റൈലായിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് ആ കളർ കോമ്പിനേഷൻ എല്ലാം എല്ലാവരും നല്ല മിന്നി മിന്നി നിന്നു. സ്റ്റൈൽ ആൻഡ് പെർഫോമൻസ് ഉഗ്രൻ. താങ്ക് യു. ബാബുഖാന്റെ പാട്ട്, മാപ്പിള പാട്ടുകളില് ശരിക്കും ബാബുഖാന്റെ ഇഷ്ടംപോലെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അദ്ദേഹം പാടിയിട്ട് ഉള്ള കുറെ റെക്കോർഡ്സും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിനൊരു പ്രത്യേക ഭംഗി വേറെയുണ്ട് അദ്ദേഹം പാടിയ പാട്ടുകൾക്ക്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന കുറേ അഞ്ഞാനെ കണ്ണെഴുതി അങ്ങനത്തെ പാട്ടുകൾക്കൊക്കെ വേറെ ലിറിക്കില് മാഷ് പാടിയിട്ടുണ്ട്. അപ്പം അതുപോലെ നിറയെ പാട്ടുകൾ ഈ ശരിക്കും പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ ഇശൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് പാട്ടുകൾ ബാബുഖാൻ തന്നെ ചെയ്തിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ സോങ്സ്, കേൾക്കണം അതൊക്കെ. ഇന്ന് മോൻ പാടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒന്നാമത് ഇത്തരത്തിലുള്ള പാട്ടുകൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ആക്ട് ഫാമിലി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ ഡിസ്ട്രാക്റ്റ് ആവും. അപ്പോൾ ഫുള്ളായിട്ട് തേജസിൻ്റെ ഇതിലേക്ക്, പിന്നെ തേജസ്സിനെ ഇനി പേടിക്കണ്ട. പക്ഷെ മോനെ നല്ല ഒരു ശരിക്കും കോറസും എല്ലാം കൊണ്ടും കലക്കി. നമ്മുടെ ഓർക്കസ്ട്രയും സൂപ്പറായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ആക്ടിൻ്റെ ഇടയിൽ എനിക്ക് ഇതേപോലെ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്, 2 lines ബാബുക്ക പാടിയത്. വേഗാവട്ടെ ചേച്ചി, മറന്നു പോകുന്നതിന്. അതെ. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാൻ മണിമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ അരിമുല്ല പുതുബിരിയുടുത്തൊരുങ്ങി അതിർപ്പങ്ങൾ പറഞ്ഞാലും ഒടുങ്ങയില്ല ഒടുങ്ങയില്ല. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാൻ മണിമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. വളരെ നല്ല സെലക്ഷൻ ആയിരുന്നു പാട്ടിൻ്റെ. ബാബുക്കേനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പം ശരിക്കും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഇത്തരത്തിൽ ഈ തലമുറയും ഇങ്ങനെ ബാബുഖാൻ്റെ പാട്ടുകൾ പാടുന്തോറും അതിന് വീണ്ടും ഒരു റിവൈവൽ വരികയാണ്. ആ പാട്ടുകൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ചെറിയൊരു ഓർമ്മ ഞാൻ പങ്കുവെച്ചത്. താങ്ക് യു മോനെ, ഈ ഒരു സോങ് സെലക്ട് ചെയ്തതിൽ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ, ഉഗ്രം പാട്ട്, ഒരു കിടക്കാച്ചി പാട്ട്. കാര്യം ഇത് ഏത് ഗാനമേള ഇത് പാടാത്ത സദസ്സുകളില്ല പണ്ട്. എന്നെങ്കിലും ബാബുക്കയുടെ പാട്ട് വന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് പറയാനുള്ള, അത് പറയാതെ എനിക്ക് ഉറക്കം വരത്തില്ല. ഈ സഞ്ജയ് എന്തുവാ പറഞ്ഞത്? അരേ നിപ്പ, എന്താണ് നീ അരേ വവ്വാൽ, എന്താണ്? ഞാൻ കേട്ടോ അരേ വവ്വാൽ. ഒന്നാ നിപ്പയുടെ കാലമൊക്കെ ആടാ ഇപ്പൊ. അരെ വാ വാ, അതിന് ആ ഫീലല്ലോ വവ്വാൽ എന്നാണോ അത് കേൾക്കുമ്പോഴും അങ്ങനെ തോന്നത്തില്ല. നീ പറഞ്ഞപ്പോ അത് വ്യക്തമായടാ. പിന്നെ നിങ്ങൾ ആകെ 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ കോറസ്. എന്തോ ഒരു അപകടം അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് പാടുന്നതിന്റെ ഇടയ്ക്ക്. ഇതില് ലാസ്റ്റ് ആയിട്ട് ആ കോറസിൽ പെട്ടെന്ന് ആഡ് ചെയ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ഓക്കെ, പിന്നെ അയാളില്ല, ഇന്നയാള് പാടും, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതൊരു അത് കുളം മക്കളെ ചക്കരെ, അത് കുളമായിരുന്നടാ. അത് ഞാൻ അറിയിച്ചുള്ളൂ, നിങ്ങൾ അറിഞ്ഞിരിക്കും. മോനെ നീ നന്നായിട്ട് പാടിയടാ, നന്നായിട്ട് പാടി. എനിക്ക് ആകെ ആ ബൃഹാസിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി, അതിനൊരു സ്ട്രെയിൻ തോന്നി. എന്താണെന്നറിയാമോ? ഈ ഉറങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങിയാൽ അത് കുറച്ചും കൂടെ ക്രിസ്പായിരിക്കും. അതിൻ്റേതായിട്ടുള്ളൊരു സ്പീഡ്, അതല്ലേ അതിൻ്റെ ഒരു സുഖം കേൾക്കാൻ. അപ്പം അത് മാത്രമാണ് എനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ എന്താ പറയുക, നല്ല രസം. പിന്നെ എനിക്ക് രസകരമായിട്ടുള്ള അതും കൊണ്ടുണ്ട്. എൻ്റെ കോട്ട പൊളിക്കരുതേ. എൻ്റെ കോട്ടയോ എന്ന് പറഞ്ഞാൽ നിന്റെ കോട്ട അത് തീർന്നെന്നോ? എങ്ങനെയാണത്? അതല്ല, സോങ്ങിലാ കോട്ടാന്നാണ് ജസ്റ്റ് ഇങ്ങനെ കേൾക്കണത്. എൻ്റെ കോട്ടയാടാ. നമ്മളൊക്കെ ഇത് പാടിയിട്ടുള്ളല്ലേ, ഇത്രയ്ക്ക് ഓടായിട്ട് അങ്ങ് കേട്ടില്ല. ഈ എൻ്റെ കോട്ട പൊളിക്കരുതേ അങ്ങനെ കേട്ടിട്ടേ അല്ലേ കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളോ കുറച്ചും കൂടെ. എനിക്ക് ആ സ്പീഡ്, ആ സംഗതികളുടെ സ്പീഡ് ഇച്ചിരി സ്ട്രെയിൻഡായിട്ട് തോന്നി. അത് ഈ ഉറങ്ങാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ്. പിന്നെ ആക്ട് വണ്ടർഫുൾ ആയിരുന്നു. എന്താണ് പറയുന്നത്, നിന്റെ ചേച്ചി ഉഗ്രമായിട്ട് ഡാൻസ് ചെയ്ത് ഫുള്ള് കറങ്ങി മരിച്ചു. പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും, അറബിയുടെ ഭാര്യ ഭീകരമായിപ്പോയി.
അപ്പോൾ എന്തൊക്കെയാലും ആക്ട് മനോഹരമായിട്ട് ചെയ്ത് നീ നന്നായിട്ട് പാടുകയും ചെയ്തടാ. എന്തൊക്കെയാണ് ഇതാരാ സെലക്ട് ചെയ്ത പാട്ട്? ഞാൻ തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നീ ഉഗ്രം പാട്ടുകാരനാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. നശിപ്പിച്ച് കയ്യിലിരിപ്പ് കൊണ്ട് അത് നശിപ്പിച്ച് കളയരുത്, അത്രേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെയാലും രസമായിരുന്നില്ല. എനിക്ക് അവസാനത്തെ ആ ഷിയടി നഷീർ അത് അതിമനോഹരം. എന്തായിരുന്നു എൻ്റെ പേരെന്താ? തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ. അതല്ല ഇപ്പൊ അതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. ഒന്നിനും പറഞ്ഞു ഓപ്പറേഷൻ തൂഫാൻ. അങ്ങനെയല്ല, അങ്ങനെ പറ. ഓപ്പറേഷൻ തൂഫാൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. തേജസ് യെസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ആ ഒരു ഹോൾ ആക്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അറബി അവിടെ നിന്നും ഇങ്ങനെ ആക്കി ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ, അപ്പൊ നമ്മളും ഇങ്ങനെ രണ്ട് സീസണായിട്ട് ഇവിടെ ഇരിക്കുക, പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലതാണ്. ആ ഹോൾ ആക്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഡാൻസർ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, വില്ലേജ് ഓഫീസർ കലക്കി. മൊത്തത്തിൽ നല്ല കളറായിരുന്നു. ആ ഹാർമണിയിൽ ചെറിയൊരു കല്ലടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി നമ്മൾ പറയില്ല, ഓക്കെ ഒരാൾ പോയി അടുത്തൊരാൾ പെട്ടെന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വന്ന് പാടിയ പോലെ ഒരു ഫീൽ. കാരണം ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. കാരണം അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഹമ്മിങ് പോർഷൻ അല്ല അത് ആക്ച്വലി. ആ മറ്റേ സ്ഥലം വന്നപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി ക്വാട്ട. ഞാൻ വിചാരിച്ചു ഇനി പാട്ടിൽ അങ്ങനെയാണ്, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ക്വാട്ട എന്ന് അത്രയും ഓഡിബിൾ ആയിട്ടല്ല. പിന്നെ കോറസ് കോട്ട എന്ന് പാടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് കോട്ട തന്നെയാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. കാരണം അല്ലെങ്കിൽ ഇത് സെയിം വരണ്ടേ, ക്വാട്ട ഇവിടെയാണെങ്കിൽ അവിടെയും ക്വാട്ട വരണം. ഇത് ഇവിടെ ക്വാട്ടയും അവിടെ കോട്ടയായിരുന്നു. അത് മാത്രമാണ് ഫീൽ ചെയ്തത്. ബാക്കി ഒക്കെ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. എന്നാ പിടിച്ചോടാ 9.5. എടാ താങ്ക് യു ശരത് സർ. ചേച്ചി 9.5. താങ്ക് യു ഷാനിക്ക. 9.5. അതിന് പറയാലോ, പറയാലോ. അതിനിപ്പോ ഇടാനൊന്നും ആക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും തൽക്കാലം ടോട്ടൽ 19. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ? ഓക്കേടാ. Amritwani Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Okay, judges. Yes, നമുക്ക് ഗ്രൂവ് റൗണ്ടിലേക്ക് പോവാം. ഓ, ഗ്രൂവ് റൗണ്ടിലേക്ക് പോവാം. Okay, all the best. Let's welcome Kirti.
ரசங்களே கங்கையின் மணவாளா உன் மௌனமே உபாநிரதங்கள் தரவில்லையா ஓ ஓ ஓம் நமசிவாய. மூன்று காலங்களும் உந்தன் விழிகள் சதுர்வேதங்களும் உந்தன் வழிகள் மூன்று காலங்களும் உந்தன் விழிகள் சதுர்வேதங்களும் உந்தன் வழிகள் கணபதி முருகனும் பிரபஞ்சம் முழுதும் இறைவா முன்னணி தொடவே துதிக்கும் அத்வைதவும் நீ ஆதி அந்தம் நீ அங்கு இல்லை புவனம் முழுது நீ கைலாசமலை வாச கலையாவும் நீ புவி வாழ பிறவே அருள் புரி நீ ஓம் 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 நமசிவாய. தங்க நிலாவினை அணிந்தவா ஆடுகிறேன் பூர்ணோதயாருள் இல்லையா. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. സൂപ്പർ. കീർത്തി എന്താ ചേച്ചി? എങ്ങനെയുണ്ടായി ഗ്രൂപ്പ് റൗണ്ട്? ആദ്യം കേട്ട സമയത്ത് ചെറിയൊരു ട്രിക്കി ലാസ്റ്റ് പോർഷനിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു താളിട്ട് വരുമ്പോൾ. പക്ഷെ അത് സെറ്റ് ചെയ്തു. പാചി ചേട്ടനൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഓ സൂപ്പർ. ഓക്കെ, എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും കീർത്തി പാടുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരുന്നു മൊത്തത്തില്. എന്നും പാടി പോവല്ലേ എന്നുള്ളൊരു ടെൻഷൻ. അതെ. ഓക്കെ, ചോദിക്കാം. ഓക്കെ. ചേച്ചി കീർത്തി പെണ്ണേ, എന്താ ചേച്ചി? നല്ല ഉഗ്രൻ പാട്ട്. പാട്ട് സെലക്ഷൻ വലിയൊരു കൈയടി. നമ്മുടെ ഓർക്കസ്ട്രയുടെ ഗ്രൂവ് പൊളിച്ചു, സൂപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കീർത്തി? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ടെൻഷൻ ഉണ്ടായിരുന്നോ ഗ്രൂവിലൂടെ? ഓ അതെ. എനിക്കിതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ചോദിച്ചാല്, നമ്മുടെ കീർത്തി ഒരുപാട് ടെൻഷൻ അടിച്ച് കുറേ നാള് ഡേഞ്ചർ സോണും അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞ് ഇവിടം വരെ എത്തി. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് കീർത്തിയിൽ. ഇത് പാടിയതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരു ഡിഫിക്കൽട്ട് കാര്യം എന്താ എനിക്ക് തോന്നിച്ചാൽ, ഈ ഗ്രൂവ് ഇങ്ങനെ മാറുമ്പോൾ മോള് പാടുമ്പോൾ മോൾക്ക് അധികം ബാക്കിങ് ഫുൾ കൂടുതലും ഋതമാണ് അല്ലേ? ഇതിൽ മെലഡി വൈസ്, ശ്രുതി വൈസ് മെലഡി ബാക്കിങ്സ് വളരെ കുറവാണ്. കൂടുതലും ഈ താളമാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ അതിൽ ക്ലീനായിട്ട് പാടി മോള്. താങ്ക് യു ചേച്ചി. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോളുടെ ഒരു ശരിക്കും വളരെ ടഫായിട്ടാണ് ഈ പാട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ശബ്ദം പുറത്ത് കേൾക്കും. അപ്പം ഒരുപാട് ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ശബ്ദം കുറച്ചൊന്ന് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഫ്ലോസ് ഒക്കെ മറഞ്ഞു നിൽക്കും, പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഫുൾ ക്ലിയർ ഓപ്പൺ വോയിസ് ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ ഇടയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചൊരു സ്ട്രെയിൻ വന്നിരുന്നു ഏതോ ഫസ്റ്റ് പാടുമ്പോൾ. അത് പിന്നെ തുറന്നു, അത് തൊണ്ട അവിടെ ഒരു ചെറുതായിട്ടൊരു ഇടറിയും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പിന്നെ അതങ്ങ് ഓപ്പണായി ക്ലാസ് ആയിട്ട് പാടി. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ പാടിയത്. എന്തായാലും ഇതിന്റെ ക്രിയേറ്റേഴ്സിന് ഒരു വലിയൊരു പ്രണാമം. ഇത് മറ്റു ഭാഷകളിലും ഉണ്ട് ഇതേ പാട്ട്, ഇത് സാഗരസംഗം. ഇതിപ്പോ മോള് തമിഴല്ലേ പാടിയത്? ഓക്കെ, എന്തായാലും ഗ്രേറ്റ് സെലക്ഷൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. കീർത്തി, എന്തു സാർ? നല്ല ഉഗ്രം പാട്ട് കീർത്തി. ഈ ഫിലിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. ഏതാണ് കണ്ടത്? മലയാളമാണോ തമിഴാ കണ്ടിട്ടുണ്ട്. തമിഴാ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? നല്ല സിനിമയായിരുന്നു. ആണോ? ഇഷ്ടപ്പെട്ടു? ഇതിന്റെ അവസാനം എന്താണ് ക്ലൈമാക്സ്? ക്ലൈമാക്സില് കമൽ സാറ് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത് സ്റ്റേജിൽ വരുമ്പോ SP ശൈലജ മാം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സിസ്റ്റർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് മരിച്ചു പോകുന്നു. അപ്പൊ കൊണ്ടുപോകും. എങ്ങോട്ട്? അവരെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകുന്നു. അപ്പൊ അതിന്റെ എന്റെ എഴുതി കാണിക്കത്തില്ലേ? ശുഭം. അതായിരുന്നു അതിന്റെ മെയിൻ സംഭവം.
എൻഡ് എന്നുണ്ടാവും. കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പം നോ എൻഡ് ഫോർ എനി ആർട്ട് എന്നുണ്ടാവും. അതൊക്കെ നോക്കി വയ്ക്കണ്ടേ നമുക്ക്? അതൊക്കെ അല്ലേ പ്രധാനം. എൻ്റെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടാവണമെങ്കിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. നല്ല എന്താ പറയണ്ട, അതിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു കീർത്തി പാടുന്നു. പിന്നെ ഒരു അല്ലറ ചില്ലറ ഇതുകൊണ്ട് ഈ തങ്കനിലാവിനെ അതൊന്ന് പാടാമോ? തങ്കനിലാവിനെ അണിന്തവാ, തങ്കനിലാവിനെ അണിന്തവാ. ഇപ്പൊ കറക്റ്റ്. അണിന്തവാ അതുണ്ട്. വാ ഡാടാ നല്ലത് കേട്ടോ. അണിന്തവാ എന്ന് പാടിക്കൊണ്ടിരുന്നു കീർത്തി. അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ഓ ഓ നൈസ് 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 നൈസ്. അതുപോലെ പഞ്ചഭൂതങ്ങളും മുഖവടിവാകും. അത് ശരിയാണ്, ശരിയാണമ്മ, മന്നിച്ചത്. അത് കൊഞ്ചം പാടുറിയാ. പഞ്ചഭൂതങ്ങളും മുഖവടിവാകും, മാറുകാലങ്ങളും ആടകളാകും. പഞ്ചഭൂതങ്ങളും മുഖവടിവാകും, മാറുകാലങ്ങളും. അത് കാലങ്ങളും ഒക്കെ നിർത്തണം. പാതി വഴിക്ക് കൊണ്ടങ്ങ് വിട്ടു. 6 കാലമില്ല, 5 കാലമേ ഉള്ളൂ. 6ാമത്തെ കാലം കേട്ടില്ല, പാടിയില്ല. അങ്ങനെ വരരുത് കേട്ടോ. ഇപ്പൊ ഞാൻ എന്ത് വൃത്തിയായിട്ട് പാടി. അത് പാടിയാ പോരായിരുന്നു ശ്വാസം എടുത്തിട്ട്. മുൻപാർവയെ അതൊന്ന് പാടാമോ? എട്ട് ദിശകളേ ഉൻ சொற்களே നവരസങ്ങളേ. മതി 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 മതി. അതൊക്കെ ഒന്ന് ശരിയാക്കാമായിരുന്നു. പിന്നെ ഉന്തൻ വിഴികൾ മൂன்று കാലങ്ങളും ഉന്തൻ വിഴികൾ ചതുർഭേദങ്ങളോ അതൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ. മാജിജി പറയുന്നതൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റൊക്കെ നന്നായിട്ട് പാടി. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഫിലിമിൽ ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു സീക്വൻസ് പറയാം. ഈ കണ്ടെന്ന് പറയുന്നതുകൊണ്ട് പറയുന്ന നമുക്കൊക്കെ ഈ ഫിലിം കണ്ടവർക്ക് എല്ലാവർക്കും ആ ഒരു സീക്വൻസ് മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഡാൻസ് കളിക്കുന്നല്ലേ? അല്ല, ഡാൻസ് അല്ല ഫിലിം മുഴുവൻ. പിന്നെ ഡാൻസ് കളിക്കുന്നല്ലേ എന്ന് ചോദിച്ചാല് അതിനെന്താ ഉത്തരം പറയാ? ഞാൻ പറഞ്ഞ പെട്ടെന്ന് പറ, നീ അടുത്തെത്തി. ഞാൻ പറയാം. ഈ കമൽ സാറ് ഈ ഒരു പെർഫോമൻസ് ആണ് ആ പടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിന് പഞ്ചഭൂതങ്ങൾക്ക് ഇങ്ങനെ പഞ്ചഭൂതങ്ങളാന്ന് പറഞ്ഞ് ഒക്കെ നമ്മുടെ കാണിക്കുന്നുണ്ട്. അത് തിരുത്തിയിട്ട് അദ്ദേഹം എല്ലാം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ പടം കണ്ടിട്ടില്ല, വെറും നമ്മുടെ ഇവിടെ ഉള്ള രൂപേഷ് കഥ പറഞ്ഞു തന്നതാണ്. ഇല്ല, ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല ഇല്ല. കണ്ടിട്ടുണ്ട്. പത്രത്തില് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന്റെ പ്രശ്നം പറയാൻ വേണ്ടി പത്രാഫീസിൽ വരുമ്പോ അവിടെ വരുമ്പോഴാണ് ഇത് കാണിച്ചു കൊടുക്കണം. അല്ല, അങ്ങനെ ചോദിക്കത്തില്ലേ പത്രത്തിന്റെ പത്രാധിപര് എന്തോന്നൊക്കെയാണോ എഴുതി പിടിപ്പിച്ചേക്കുന്നത്? അവര് ഇപ്പൊ അച്ഛനെ വിളിക്കുന്നെന്ന്. അത് ഉഗ്ര സീക്വൻസ് ആണ്, ഉഗ്ര സീക്വൻസ് ആണ്. അപ്പൊ ചക്കര ഇല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ഫിലിമൊക്കെ കാണണം. അതുകൊണ്ടാ പറഞ്ഞ, അല്ല പറഞ്ഞു. നന്നായിട്ട് തന്നെ പാടി കീർത്തി. നൈസ്, വെരി നൈസ്. താങ്ക് യു സർ. കീർത്തി ഒരു അസാധ്യ പാട്ടുകാരിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കീർത്തി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമ മൊത്തത്തിൽ കണ്ടു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു കാര്യമാണ്. ഇതുപോലത്തെ കുറച്ച് സിനിമകളുണ്ട്, എസ്പെഷ്യലി തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിൽ കൂടുതലുണ്ട്. അതെല്ലാം ഇരുന്നൊന്ന് കാണണം. ഭയങ്കര ഡെപ്താണ്, ഭയങ്കര രസമാണ്. അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്, അത് മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ പഠിക്കാനും പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കീർത്തി ഉഗ്രനായിട്ട് പാടി കീർത്തി. സ്പെഷ്യലി ആ ഗ്രൂവ്, അതൊരു വൻ ഗ്രൂവ് ആയിരുന്നു. അത് ഓർക്കസ്ട്രക്ക് ഒരു വലിയ ഒരു കൈയ്യടി. ഗ്രൂവ് റൗണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇതെന്താണ് കറക്റ്റ് എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടില്ല. അപ്പോൾ പാട്ടിന്റെ ലിസ്റ്റ് കൊടുത്ത സമയത്ത് ഈ പാട്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് ഗ്രൂവ് കിട്ടിയപ്പോഴാണ് ഇത്രയും ഉണ്ടെന്ന് മനസ്സിലായത്. പാട്ടില് ഈ ഒരു പാട്ടില് അല്ല, ഈ പാട്ടില് ഈ ഗ്രൂവ് ആഡ് ചെയ്തപ്പോ ഇത് വേണ്ടായിരുന്നു
ഇപ്പൊ ഗ്രൂപ്പ് വേണ്ടായിരുന്നോ പാട്ട് വേണ്ടായിരുന്നോ? പാട്ട് മാറ്റി കൊടുക്കായിരുന്നു. കുറച്ചുകൂടി സിമ്പിൾ എടുക്കാമായിരുന്നു എന്നുള്ളത് സ്വാഭാവികം. പക്ഷെ അത് കീർത്തി അത് എക്സിക്യൂട്ട് ചെയ്തു. അതല്ല ഷാന്, അവള് താളെ വിട്ടെ കച്ചേരിക്കൊക്കെ പാടുന്നോണ്ട് ഫുള്ള് വന്നിട്ട് ഒരു സ്ഥലം തെറ്റിപ്പോയി. അടിച്ചു വന്നപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത് സമം നിൽക്കുന്നു. അപ്പൊ പിന്നെ കൈയെടുത്ത് കൈ കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ കീർത്തി ഭയങ്കര രസമായിരുന്നു. കീർത്തിയുടെ വോയിസ് ഉണ്ട് ഭയങ്കര ഫ്രഷ് ആയിട്ട് അപ് ഫ്രണ്ട് ഫോർ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിന്നു. സിംഗിങ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി കീർത്തിക്ക് 9.4. ചേച്ചി സൂപ്പർ. ശരത് സാർ കീർത്തിക്ക് 9.1. 9.4. താങ്ക് യു സാർ. ഷാനിക്ക ഓക്കെ. സോ ടോട്ടൽ 18.8. സൂപ്പർ. Amritwani Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Okay, judges. നമുക്ക് പെട്ടി തുറക്കാൻ സമയമായിരിക്കുന്നു. ജൂക്ക്ബോക്സ് റൗണ്ടിലേക്ക് പോവാം. Okay, so let's welcome Sneha. പിന്നെ സ്നേഹത്തോടെ നമുക്ക് ആ പെട്ടി അങ്ങ് തുറക്കാം അല്ലേ? ടെൻഷൻ ഉണ്ടാ? ഇച്ചിരി ഉണ്ട് കേട്ടാ, ഇച്ചിരി ടെൻഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏത് നമ്പറാണ് സ്നേഹ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 1 ഏത് സോങ് ആണെന്ന് നോക്കാം. Okay, all the best. Thank you.
Amritwani Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. സ്നേഹ, നല്ലൊരു പാട്ട് കിട്ടിയല്ലേ? ഹാപ്പി അല്ലേ അതില്? ഒരു വലിയ കൈയടി. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയോ? അറിയില്ല, ചോദിക്കാല്ലേ? എന്നിങ്ങനെയൊന്നും ചോദിച്ചു കുഴപ്പിക്കല്ലേ. ആരോട് ആദ്യം ചോദിക്കും? ശരത് സർ. സ്നേഹ, സർ, നല്ല ഉഗ്രം പാട്ട്, വണ്ടർഫുൾ സോങ് സെലക്ഷൻ. ഇത് രസമാണ് കേൾക്കാൻ, ഏത് സമയത്ത് കേട്ടാലും നമുക്ക് രസിക്കും. അങ്ങനെ ഒരു കോമ്പസിഷനാണ്. നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ആ സ്ട്രെയിൻ ഒരു ചെറിയ തോതിൽ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും പക്ഷെ അത് അറിയാൻ പറ്റാത്ത വിധത്തിൽ പാടിയിട്ടുണ്ട്. ഇത് വലിയ കാര്യം. ഒളി തേടി നിലാപ്പൂക്കൾ ഒന്ന് പാടാമോ? ഒളി തേടി നിലാപ്പൂക്കൾ, ഒളി തേടി നിലാപ്പൂക്കൾ. പൂക്കൾ അങ്ങനെ അതിനത്ര ബലം പിടിക്കണ്ടാണ്. ഒന്നുകൂടെ പാടിക്കോ. ഒളി തേടി നിലാപ്പൂക്കൾ, ഒളി തേടി നിലാപ്പൂക്കൾ. അവസാനം പാടി നിർത്തുന്നതും കൂടെ നമുക്കത് ക്ലീനായിട്ടൊന്ന് പാടി നിർത്തിയാലോ. കാര്യം അതുവരെ ഇല്ലാത്ത ഒരു ഫോറിൻ നോട്ടുണ്ട് ആ ഒരു സ്ഥലത്തല്ലേ എൻഡിൽ. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ഗുഡ് 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 ഗുഡ്, നന്നായിട്ടുണ്ട് സ്നേഹ, വെരി ഗുഡ്. യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു സർ. ഷാനിക. സ്നേഹ സർ, ഉഗ്രനായിട്ട് പാടി സ്നേഹ. കാരണം ഇത് ഈ കേൾക്കുന്ന പോലെ അല്ല ഈ പാട്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് മോള് നല്ല രീതിയിൽ തന്നെ പാടിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് അനുരാഗലോലഗാത്രി അവിടെ ഒരു ക്ലാരിറ്റി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മായാമയൂരമാടി അതിൻ്റെ റിപ്പീറ്റ് വരുന്നുണ്ടല്ലോ രണ്ടാമത്തെ, അത് അടിപൊളിയായിരുന്നു സ്നേഹ. വണ്ണായിരുന്നു അത്, വണ്ണ് ചൂസ് ചെയ്ത പോലെ തന്നെ വണ്ണായിരുന്നു അത്, വൺ ഫീലായിരുന്നു അത്. പിന്നെ നിലാപ്പൂക്കൾ അത് ഒരു ക്ലാരിറ്റി ഇഷ്യൂ മാത്രം. പക്ഷേ ഇതാണ് സ്നേഹയുടെ വോയിസിൻ്റെ ഒരു ഭയങ്കര സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിലൊക്കെ വേഗം നമ്മുടെ മുന്നിൽ വന്ന് പെടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു അടപ്പുകൾ, പക്ഷെ നേരത്തെ അത്രയും ഇല്ല ഇപ്പം, അല്ലേ? കുറച്ചധികം ഭേദമായിട്ടുണ്ട്. അത്ര ഉള്ള പോലെ നന്നായിട്ട് തന്നെ പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. പിന്നെ ഉഗ്രൻ സോങ് സെലക്ഷൻ, എന്തൊരു പാട്ടാണ് ഇത്. ഏത് വർഷം ഇറങ്ങിയതാ? 1988. ഒന്ന് നോക്കിയേ, ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്ത് സുഖമാണ്, എന്ത് രസമാണ് ഇത് കേൾക്കാൻ. നല്ല സെലക്ഷൻ മോളെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചി. സ്നേഹക്കുട്ടി, ഉഗ്രൻ സോങ് മോളെ. എപ്പോൾ കേട്ടാലും നമുക്ക് ഇതിന്റെ ക്രിയേറ്റേഴ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മ്യൂസിക്, ലിറിക്സ്, പാട്ട് പാടിയത് എല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ, എസ്പെഷ്യലി ധ്വനി എന്ന് പറഞ്ഞ ഈ പടത്തിനകത്ത് ഉള്ള ഓരോ രാഗ ബേസ് ചെയ്തിട്ടാണ് ഓരോ പാട്ടും ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് എന്താ പറയുക, അത്രയും മനസ്സിലേക്ക് കയറിയ പാട്ടുകളാണ്. അതും ചെയ്ത് നമ്മുടെ നൗഷാദ് സാബിനെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ധ്വനിയാണ്. അതിലെന്ത് മനോഹരമായിട്ടാണ് രാഗങ്ങളിൽ അദ്ദേഹം ഓരോ പാട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ് മുഗളെ ആസം എന്ന് പറഞ്ഞ പടത്തിലുള്ള എല്ലാ പാട്ടുകളും തന്നെ. ജബ് പ്യാർ കിയാ തോ ഡർനാ ക്യാ, അതുപോലെ ഒരു ഠുമറി സ്റ്റൈലിലൊക്കെ മോഹെ പൻ ഘട്ട് പർ എന്നൊക്കെ പറഞ്ഞ പാട്ടുകളുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു മാ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. 9.4 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി. സ്നേഹമോളെ 9.4 മാർക്സ്. താങ്ക് യു ചേച്ചി. ഷാനിക. സ്നേഹ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.8.